Hi friends, welcome to Memma's Kitchen. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കേക്ക് തയ്യാറാക്കാം. പൈനാപ്പിൾ കേക്കിന് വേണ്ടി നമ്മളിവിടെ 1/2 കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ മുറിച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. പൈനാപ്പിൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും കട്ടയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അരിപ്പയിൽ കിട്ടിക്കോളും. ഇനി ഈ പൈനാപ്പിൾ ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 250 ml കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ കപ്പ് വേണമെങ്കിൽ ഇതിന് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. 3 തവണയെങ്കിലും നമ്മളിത് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് നമ്മൾ മധുരം ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ പൈനാപ്പിളിന് കുറച്ച് മധുരക്കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. പഞ്ചസാര നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം. ഒത്തിരി നേരം നമ്മൾ അടിക്കേണ്ട, ഒന്ന് ചെറുതായിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഈ അടിച്ചെടുത്തത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ ചേർത്താൽ മതി. അരച്ച് വെച്ചിരിക്കുന്നത് മുഴുവൻ നമ്മൾ ചേർക്കണ്ട, 1/2 കപ്പ് മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ ചേർക്കണം. കുറച്ചായിട്ട് നമുക്ക് ചേർക്കാം. 2-3 പ്രാവശ്യമായിട്ട് ചേർത്താൽ മതിയാവും. കട്ടയൊന്നും വരാതെ ഇളക്കിക്കൊണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ ഒരു കടായിയാണ് എടുക്കുന്നത്. ഇത് അടുപ്പിൽ വെച്ചിട്ട് അതിലൊരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുക്കണം. ഇനി മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 5 അല്ലെങ്കിൽ 7 മിനിറ്റ് വരെ നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. ഇത് ചൂടാകുന്ന നേരത്തെ നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കി എടുക്കാം. കേക്ക് ടിന്നിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് എല്ലായിടത്തും നമുക്ക് തേച്ച് പിടിപ്പിക്കണം. പിന്നെ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സാധാരണ പേപ്പറാണെങ്കിലും വെട്ടി വെച്ചാൽ മതി. ഇനി ഇതിലേക്കും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. സൈഡിലും കുറച്ച് ഓയിൽ തേക്കണം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. ഇനി നമുക്ക് കുറച്ച് ചെറിയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കടായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ടിൻ ഇതിലേക്ക് നമുക്ക് പതുക്കെ ഇറക്കി വയ്ക്കാം. ഇനി മൂടി വെച്ചിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വെച്ച് കേക്ക് നമുക്ക് വേവിച്ചെടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് കേക്ക് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തിട്ട് നമ്മളിത് മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കേക്ക് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ കത്തി കൊണ്ടൊന്ന് വെടിപ്പിക്കാം. ഓയിൽ തേച്ചുകൊണ്ട് തന്നെ നമുക്ക് വിട്ട് കിട്ടിക്കോളും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ പേപ്പറൊക്കെ ഒന്ന് കളയാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മുറിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്